നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്ന റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും മോട്ടിഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കാണിച്ചിരുന്നു അല്ലേ. അപ്പം ആരും എനിക്ക് പിക്ചേഴ്സൊന്നും അവർ ചെയ്ത ആ ഒരു വർക്കൊന്നും സെൻഡ് ചെയ്ത് തന്നിട്ടില്ല. എനിക്കൊന്നും നോമ്പിൻ്റെ ക്ഷീണം കാരണം ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മോട്ടിഫിൽ അപ്ലൈ ചെയ്യുമ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മോട്ടിഫിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്യുന്നതും രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം, ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാഷനാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മോട്ടിഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്ലാസ് വീഡിയോ ആയിട്ടല്ല. ഇന്ന് നമ്മൾ നിങ്ങൾ ഓരോ വീഡിയോസിന് താഴെയും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് ചില ഡൗട്ട്സ് ഒന്നും നമുക്ക് കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്യാൻ കഴിയില്ല. എനിക്ക് ചില ഡൗട്ട്സ് ഒന്നും എനിക്ക് എഴുതി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി പറ്റലില്ല. അപ്പം എനിക്കത് പറഞ്ഞ് കൊടുത്താലാണ് എനിക്കും കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പം നമുക്ക് മനസ്സിലാവണമല്ലോ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ ചില ക്വസ്റ്റ്യൻസിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റലില്ല. അപ്പോൾ അവർ ആ ഒരു കമൻസൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ ഒരു സജഷൻ കൂടി വേണം. എനിക്കൊരു കാര്യത്തിന് നിങ്ങളുടെ ഒരു സജഷൻ, നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് അറിയേണ്ടതും കൂടിയുണ്ട്. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു സജഷൻ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അത് ഒട്ടുമിക്ക എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൂടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും, വർക്ക്സൊക്കെ സെൻഡ് ചെയ്ത് തരാൻ എളുപ്പമായിരിക്കും. പലർക്കും ഇൻസ്റ്റാഗ്രാം ഇല്ല, അപ്പോൾ അതുകൊണ്ട് വർക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1-2 ആഴ്ചക്കകം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ 1-2 ആഴ്ചക്കകം ക്രിയേറ്റ് ചെയ്യും. അന്നേരം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ പലരുടെയും ഡൗട്ടാണ്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പെയ്ഡ് ആയിട്ടായിരിക്കുമോ ചെയ്യുന്നതെന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. ഞാനത് വീഡിയോയുടെ നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് തരുന്നതെന്നുള്ളത്. അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുടെ വർക്കുകൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലാതെ നമ്മൾ പെയ്ഡായിട്ട് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് എന്ന രീതിയിലാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല പലർക്കും അവർ ചെയ്ത വർക്ക്സൊക്കെ ഷെയർ ചെയ്ത് തരണം എന്നുണ്ട്, പക്ഷെ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ പെയ്ഡായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. അതുപോലെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു, ആരി ത്രെഡും നീഡിലൊക്കെ വാങ്ങിക്കട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ആരി വർക്ക് ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 വീഡിയോക്ക് താഴെ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട് ആരി വർക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ആരി വർക്ക് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ഉണ്ട്. നമ്മൾ നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആരി വർക്കിനുള്ള ത്രെഡ് നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം നമുക്കത് കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ലാസ്റ്റൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആരി വർക്കൊക്കെ നോക്കുന്നത്. അപ്പോൾ അന്നേരം നിങ്ങൾ വാങ്ങിച്ചാലും മതി. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരി ത്രെഡും അതുപോലെ സെറി ത്രെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, രണ്ടും ആരി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി നമ്മൾ ഇതാണ് സെറി ത്രെഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആരി ത്രെഡിനേക്കാൾ കുറച്ചുകൂടി
സ്റ്റിഫായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് ഇത് ഇത് ആരി ത്രെഡുമാണ്. അപ്പോൾ ഇത് നമുക്ക് നോർമൽ ത്രെഡിൻ്റെ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് നമുക്കൊരു കമ്പി പോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. കുറച്ചൊരു തിക്ക്, എന്താ പറയുക, ഒരു ബലത്തിലായിരിക്കും ഈ ഒരു സെറി ത്രെഡ് നിൽക്കുന്നത്. എന്നാൽ ആരി ത്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ത്രെഡിൻ്റെ ആ ഒരു തിക്നെസ്സിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം ഇത് നോർമലി നമ്മൾ നമ്മുടെ ഷുഗർ ബീഡ്സ് അതുപോലെയുള്ള ബീഡ്സും കട്ട് ബീഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ ഇത് ഈ ഒരു ആരി ത്രെഡ് നമ്മൾ ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ആരി വർക്ക് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ആരി ത്രെഡ് എന്ന് പറയുന്നത്. പലരും രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഇത് തന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഷുഗർ ബീഡ്സും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് സെറി ത്രെഡിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്യും. അതുപോലെ ഈ ഒരു സെറി ത്രെഡ് വെച്ചിട്ട് ഷുഗർ ബീഡ്സും ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ ഷുഗർ ബീഡ്സൊക്കെ ആഡ് ചെയ്യുമ്പം കുറച്ച് തിക്കിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അറിയാലോ, ആരി വർക്ക് ആകുമ്പം നമുക്ക് കംപ്ലീറ്റ് അഴിഞ്ഞു പോരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തിക്ക് വന്നിട്ടുള്ള ത്രെഡായിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ യൂസ് ചെയ്യുമ്പം ഈ ഒരു സെറി ത്രെഡാണ് യൂസ് ചെയ്യാറുള്ളത്. നോർമൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പം ഞാൻ ഈ ഒരു ത്രെഡുമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടും പഠിപ്പിക്കില്ലേ, മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും പഠിപ്പിക്കണം എന്ന് തന്നെയാണ്. നമ്മൾ ചെയ്യും, ക്ലാസ്സസ് നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. പക്ഷേ നമുക്കറിയില്ലല്ലോ നാളത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ സ്റ്റോപ്പ് ചെയ്യൂല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയില്ല നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച മെറ്റീരിയൽസൊക്കെ അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ബൾക്കായിട്ട് നിങ്ങൾ ഒരിക്കലും സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കുറച്ച് വാങ്ങിച്ചാൽ മതി. അപ്പം നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അതേ വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ക്ലാസ് എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബൾക്കായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കേണ്ട. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. പിന്നെ ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പാറ്റേൺ പേപ്പേഴ്സിന് പകരമായിട്ട് ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വലിയ പാറ്റേൺ, അതായത് നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ചെയ്യുമ്പം നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പർ തികയാതെ വരും. അപ്പം കൂടുതൽ നല്ലത് പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പ്രൊഫഷണലി നമ്മൾ ചെയ്യുമ്പം പാറ്റേൺ പേപ്പേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇനി നിങ്ങൾക്ക് പാറ്റേൺ പേപ്പർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. നോർമലി നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം പാറ്റേൺ പേപ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഡൗട്ട്സാണ് നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ട്സ് ഒന്നും എനിക്ക് നമ്മളെ കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സജഷൻ, നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്കറിയണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട്, നമ്മൾ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് കിട്ടുക. കൂടുതലായിട്ടും പാറ്റേൺ പേപ്പറും അതുപോലെ പോപ്ലിൻ ക്ലോത്തിനൊക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കാറുള്ളത്. എവിടെ നിന്നാണ് കിട്ടുക, അത് എങ്ങനെയാണുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരു ബിഗിനേഴ്സ് കിറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം എനിക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എനിക്ക് ഒരു 1-2 ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പം പലർക്കും അതല്ല അവസ്ഥ. പലർക്കും പാറ്റേൺ പേപ്പേഴ്സ് 2-3 ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിരുന്നു. അതുപോലെ പേഴ്സണലി മെസ്സേജും എനിക്ക് ഒരുപാട് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പോപ്ലിൻ ക്ലോത്ത് കിട്ടുന്നില്ല, അതുപോലെ പാറ്റേൺ പേപ്പേഴ്സ് കിട്ടുന്നില്ല. ഈ ഒരു 2 സാധനങ്ങളാണ് പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മുടെ നോർമൽ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ്, നീഡിൽ, അതൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 സാധനങ്ങളാണ് പലരും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ബിഗിനേഴ്സ് കിറ്റ് പോലെ നിങ്ങൾക്ക് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് നമ്മുടെ ഇടയിലുണ്ട്.
അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് കിറ്റിൽ നമ്മൾ ഒരു 5 ഷെയ്ഡിൽ വരുന്ന അക്രിലിക് കളേഴ്സ്, ഫെവിഗ്രില്ലിൻ്റെ അക്രിലിക് കളേഴ്സ്, അതുപോലെ നമ്മുടെ നീഡിൽ, അതുപോലെ എംബ്രോയ്ഡറി ത്രെഡ്, ഒരു 5 ഷെയ്ഡിൽ വരുന്ന എംബ്രോയ്ഡറി ത്രെഡ്, അതുപോലെ നമ്മുടെ പാറ്റേൺ പേപ്പർ, പോപ്ലിൻ ക്ലോത്ത്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസിൽ നമ്മൾ ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റ് എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബിഗിനേഴ്സ് കിറ്റ് നല്ലതായി തോന്നിയാലും അല്ല അത് വേണ്ട എന്നുള്ളതാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയറായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ബിഗിനേഴ്സ് കിറ്റിൻ്റെ കാര്യം, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു പ്ലാനിങ് നല്ലതായിട്ട് തോന്നി എന്നുണ്ടെങ്കിലും അല്ല അത് വേണ്ട എന്നാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും പറയണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനോട് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും പറയണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് നമ്മുടെ സപ്പോർട്ട്, അതല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള സജഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.